നമസ്കാരം. ഹാപ്പി ക്രിയേറ്റീവ് ടൈമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉഷ ജനോം അണ്ടർസ്റ്റിച്ച് സ്വിംഗ് മെഷീനിലുള്ള ഇൻബിൽറ്റ് സ്റ്റിച്ച് മാത്രം ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബോർഡർ എംബ്രോയിഡറി ചെയ്യാം. മെഷീനിൽ ആവശ്യമായ സെറ്റിങ്സ്. ഫീഡ് ഡോഗ് ഉയർത്തിയാണ് വച്ചിരിക്കുന്നത്. പ്രഷർ ഫുട്ടുകൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലെ ട്രാൻസ്പാരൻ്റ് ആയതോ അല്ലെങ്കിൽ ഈ പ്രഷർ ഫുട്ടോ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ പ്രഷർ ഫുട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്രഷർ ഫുട്ട് ഇട്ടിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിൻ്റെ സെറ്റിങ്സ് നോക്കാം. എനിക്ക് ആവശ്യമുള്ളത് ഈ സ്റ്റിച്ചാണ്. അത് എച്ചിലാണുള്ളത്. അതുകൊണ്ട് നമുക്ക് എച്ച് സെലക്ട് ചെയ്യാം. സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് 0യ്ക്കും 1നും ഇടയ്ക്ക് 0യോട് ചേർന്ന് ഞാൻ സെലക്ട് ചെയ്തു. വിഡ്ത്ത് മാക്സിമത്തിൽ വെച്ചു. ടെൻഷൻ 2. തയ്ച്ചു തുടങ്ങാം. ഈ സ്റ്റിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ചു പോകാം. രണ്ടാമത്തെ സ്റ്റിച്ചിനും ഈ സ്റ്റിച്ച് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എച്ച് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ലെങ്ത് 1ൻ്റെ അടുത്തേക്ക് സെറ്റ് ചെയ്തു. ഇത് മാക്സിമം തന്നെ സെലക്ട് ചെയ്തു. ടെൻഷൻ 2. ഈ സെലക്ടറിലെ എച്ചിൽ വരുന്നത് ഓവൽ ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ്. ഈ ഡിസൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ എൻഡ് പോയിൻ്റ് വരെ എത്തുമ്പോൾ നമ്മൾ സ്റ്റിച്ച് നിർത്തിയിട്ട് വീണ്ടും ഇതുപോലെ നീക്കി വീണ്ടും ആ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാം.
അടുത്ത സ്റ്റിച്ച് സിഗ്സാഗ് ആണ് കിട്ടേണ്ടത്, എയിലാണുള്ളത്. അതുകൊണ്ട് നമുക്കത് എ സെലക്ട് ചെയ്യാം. ലെങ്ത് 0യുടെ അടുത്ത് സെലക്ട് ചെയ്യാം. വിഡ്ത്ത് വളരെ ചെറിയ പോയിന്റിലേക്ക് സെലക്ട് ചെയ്യാം. ടെൻഷൻ 2. ഇപ്പോൾ ഭംഗിയുള്ള എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബോർഡർ ഡിസൈൻ നമുക്ക് ലഭിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. കമൻ്റ് ഇടാൻ മറന്നു പോകരുത്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.